Kerala's Youth Congress President Rahul Mankuttattil resigned amid mounting complaints and allegations of sexual misconduct. He announced his resignation while addressing the media on Thursday, but he denied reports that Congress party took disciplinary actions against him. According to sources, Rahul handed his resignation letter to the Congress national leadership. He conveyed his decision to quit to KPCC President Sunny George over the phone. Rahul claimed the allegations were meant to divert attention from charges against the LDF government. He said he resigned not out of guilt, but to save party workers from defending him. He also noted that none of the women who raised allegations had named him or filed any formal complaint. But party sources said several women leaders filed complaints against him, with AICC's Deepa Das. Many women came forward with complaints after Malayalam actor Rini and George raised sexual misconduct allegations against the young leader. എന്റെ പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞ കോസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി. അപ്പൊ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷെ ഈ രാഹുൽ പറയുന്നത് പരാതി നൽകാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ്. അല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എന്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിന്റെ വിഷയം. സത്യം പറഞ്ഞ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. പറഞ്ഞതുപോലെ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ്. അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ല. ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഒരു സുഹൃത്ത്, നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു വിഷയം മാത്രമാണ്. പേര് പറഞ്ഞില്ലെങ്കിലും റെനി ഉദ്ദേശിച്ച ആള് ഇയാള് തന്നെയായിരുന്നു. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് എന്റെ ഒരു വിഷയമല്ല. എങ്ങനെയാണെങ്കിലും സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നേരായ വഴിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ്. റെനിക്ക് ശേഷവും ചില പരാതികൾ, ചില ശബ്ദരേഖകളും ചാറ്റുകളും ഒക്കെ വരുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് ഇതെല്ലാം വരുന്നത്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേതാവിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തല്ലേ അയാൾ പറയുന്നതിൽ പരാതിയില്ല, ആരോപണം മാത്രമായി നിലനിൽക്കുന്നു എന്നൊക്കെയാണ്. അല്ല, അതിനകത്ത് എന്താന്ന് വെച്ചാല് വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ. അപ്പൊ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോ പറയുന്നു, ഇപ്പൊ ന്യൂസുകളിലൊക്കെ വന്ന് ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു. അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ. ഇപ്പൊ ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ. അപ്പൊ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത്. വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരാളുടെ പേര് പറയാതിരിക്കുമ്പോൾ നമ്മൾ കുറെ പേരെ സംശയിക്കുകയാണ്, കുറെ പേര് സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. അതൊരു ശരിയായ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരെ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്നത് ശരിയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിനെയോ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു. കാലം തെളിയിക്കും. എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അതൊക്കെ അന്വേഷിക്കണം. ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ചിത്രസഹിതം വരുന്നത്. അപ്പൊ അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. താങ്കൾ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരുപാട് അതിജീവിതകൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ താങ്കളുമായി ഒരുപാട് പേര് സംസാരിച്ചു. അത്തരത്തിൽ കൂടുതൽ പരാതികളൊക്കെ വരാൻ സാധ്യതയുണ്ടോ? എന്താണ് ഈ മറ്റ് അതിജീവിതകളൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ ആളുകളൊക്കെ തന്നെ എന്താണ് പറഞ്ഞത്?
അത് അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അവരത് ടേക്കപ്പ് ചെയ്യും എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഒരു ഇന്ന് ഇത്രയും ഗുരുതരമായ ഇപ്പൊ താങ്കളുടെ ആരോപണം വന്നു, ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു, ഹണി ഭാസ്കരൻ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി. ഇപ്പോഴും പറയുന്നത് ഞാൻ മിസ്റ്റർ ക്ലീൻ ആണ്, നിങ്ങൾക്ക് പോലീസിൽ പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി തെളിയിക്കാം, അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. വളരെ കാഷ്വലായി എടുക്കുകയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അത് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇപ്പൊ പറയുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത്, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെന്റെ ഒരു ദൗത്യമായിട്ട് എനിക്ക് തോന്നി, ആ ദൗത്യമായി മുന്നോട്ട് പോയി. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇനി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ എടുത്തു പറയാൻ ഞാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല.